പ്രമുഖ ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. അന്ത്യം മുംബൈയിലെ സ്വകാര്യ ആശുപത്രി. പ്രമുഖ ഗായികയായിട്ടുള്ള ആശാ ഭോസ്ലെ അന്തരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്ത്യം മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ടായിരുന്നു. സംഗീത ലോകത്ത് വളരെ സജീവമായി തുടർന്ന വ്യക്തിത്വമാണ് ആശാ ഭോസ്ലെ. പ്രായം 90കളിൽ എത്തിയിട്ടും തൻ്റെ സംഗീത ലോകത്ത് സജീവമായ ഒരു ഗായിക തന്നെയായിരുന്നു ആശാ ഭോസ്ലെ. 2026 പോലും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ സംഗീത പ്രൊജക്റ്റുകളുടെയൊക്കെ ഭാഗമാകാൻ ആശാ ഭോസ്ലെക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും നിരവധി ഗാനങ്ങളുടെയൊക്കെ ഭാഗമാകാൻ ആശാ ഭോസ്ലെക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രമുഖ ഗായികയായിട്ടുള്ള ആശാ ഭോസ്ലെയാണ് ഈ ഒരു വിടവാങ്ങൽ നടത്തിയിരിക്കുന്നത്. അന്ത്യം മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ടായിരുന്നു. 8 പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന കരിയറിലായിരുന്നു തിളങ്ങി നിന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ആശാ ഭോസ്ലെ. എന്തായാലും ഇപ്പോൾ ഇന്ത്യൻ സിനിമയുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച ആശാ ഭോസ്ലെ അന്തരിച്ചിരിക്കുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 1933 മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലാണ് ആശാ ഭോസ്ലെ ജനിക്കുന്നത്. തൻ്റെ 9ാം വയസ്സിൽ അച്ഛൻ പണ്ഡിറ്റ് ദീനാഥ് മങ്കേഷ്കർ അന്തരിച്ചതോടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആശാ ഭോസ്ലെ സംഗീതത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് സംഗീത ലോകത്ത് തന്നെ തിളങ്ങി നിന്ന ഒരു ഗായിക തന്നെയായിരുന്നു പ്രമുഖയായിട്ടുള്ള ആശാ ഭോസ്ലെ. 93 9ാം വയസ്സിൽ തുടങ്ങിയതാണ് ഈ ഒരു ആശാ ഭോസ്ലെ സംഗീത ലോകത്തേക്ക് എത്തിയത്. അപ്പോഴേക്കും ഇത്തരത്തിൽ മൂത്ത സഹോദരി ഇത്തരത്തിൽ ഇതിഹാസ ഗായികയായി മാറുകയായിരുന്നു. ലതാ മങ്കേഷ്കർ സംഗീത ലോകത്ത് വ്യക്തിമുദ്രയും പതിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ ആശാ ഭോസ്ലെയും അതേ പാത തന്നെ പിന്തുടർന്ന് സംഗീത ലോകത്ത് മാറ്റിവെക്കാൻ സാധിക്കാത്ത രീതിയിൽ വലിയൊരു സ്ഥാനം നേടിയ ഒരു വ്യക്തി തന്നെയാണ് ആശാ ഭോസ്ലെ. എന്തായാലും ആശാ ഭോസ്ലെ മരിച്ചു എന്നൊരു വിവരം അന്തരിച്ചിരിക്കുകയാണ്. സംഗീത ലോകത്തോട് വിട പറഞ്ഞാണ് ആശാ ഭോസ്ലെ പോയിരിക്കുന്നത്. അന്ത്യം മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ടാണ്. എന്തായാലും 9 വയസ്സിൽ തുടങ്ങിയതാണ് സംഗീത ലോകത്തേക്കുള്ള ആശാ ഭോസ്ലെയുടെ പ്രവേശനം. പിന്നീട് വലിയ ഒരു തിളക്കം തന്നെ സംഗീത ലോകത്തിന് സമ്മാനിക്കാൻ ആശാ ഭോസ്ലെക്ക് സാധിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വിനയ രാജാണ് ചേരുന്നത്. വിനയ, ആശാ ഭോസ്ലെയുടെ മരണം എപ്പോഴാണ് സ്ഥിരീകരിച്ചത്? വിവരങ്ങൾ എങ്ങനെയാണ്? വിഖ്യാത പിന്നണി ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുംബൈയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 92 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആശാ ഭോസ്ലെ ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുമുതൽ പിന്നീട് ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കുകയാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം 92ാം വയസ്സിലാണ് അവരുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 9 ഭാഷകളിലായി 10,000-ലേറെ ഗാനങ്ങളാണ് ഭോസ്ലെ പാടിയിരിക്കുന്നത്. 1932 സെപ്റ്റംബർ 8-നായിരുന്നു ഭോസ്ലെയുടെ ജനനം. കഴിഞ്ഞ ദിവസമാണ് ഹൃദയാഘാതവും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും മൂലം പ്രശസ്ത പിന്നണി ഗായികയായിട്ടുള്ള ആശാ ഭോസ്ലെയെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. അത് പിന്നീട് ചികിത്സയിൽ തുടരുകയായിരുന്നു. ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലാണ് ഭോസ്ലെ ചികിത്സയിലുണ്ടായിരുന്നത്. ഭോസ്ലെയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ 9 ഭാഷകളിലായി 10,000-ലേറെ ഗാനങ്ങളാണ് ആലപിച്ചിരിക്കുന്നത്. മലയാളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലയാളത്തിലും 2 ഗാനം ആലപിച്ചിട്ടുണ്ട്. 1971 കരകാണ കടൽ എന്ന സിനിമയിലും സുജാത എന്ന സിനിമയിലും ഗാനം ആലപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ഗായിക എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇന്ത്യൻ സമൂഹത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രിയപ്പെട്ട ഒരു ഗായിക തന്നെയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഇതിഹാസ പിന്നണി ഗായികയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. 1932 സെപ്റ്റംബർ 8-നാണ് ഭോസ്ലെ ജനിച്ചിട്ടുണ്ടായിരുന്നത്. ചുനാരിയ എന്ന ചിത്രത്തിലൂടെയാണ് അവർ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമാ ലോകത്തിലേക്ക് വന്നത് 1948-ലാണ് ചുനാരിയ എന്ന ചിത്രം. ആ ചിത്രത്തിലൂടെയാണ് അവർ ഇന്ത്യൻ
ഗാനലോകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ ആദ്യകാല വർഷങ്ങൾ അത് പോരാട്ടത്തിൽ അടയാളപ്പെടുത്തിയിരുന്നു. മിക്ക ഗാനങ്ങളും ചെറിയ സിനിമകളിലായിരുന്നു ലഭിച്ചിരുന്നത്. വലിയ രീതിയിലുള്ള പിന്നീട് പോരാട്ടമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൂടെയാണ് പിന്നെ ഇന്ത്യൻ സമൂഹം അറിയപ്പെടുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഗായികയായി അവർ അറിയപ്പെട്ടിരുന്നത്. നമുക്കറിയാം, ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ആശാ ഭോസ്ലെയുടെ സംഗീത ജീവിതം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. OP നയ്യാറുമായുള്ള കൂട്ടുകെട്ടിൽ പിറന്ന ആവോ, ഹുസൂർ തുംകോ, RD ബർമനോടൊപ്പമുള്ള ചുരാലിയ ഹേ തുംനെ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികൾക്കിടയിൽ സുപരിചിതമായിട്ടുള്ള ഗാനങ്ങൾ തന്നെയാണ്. 1990കളിലും 2000-ന്റെ തുടക്കത്തിലും AR റഹ്മാനുമായുള്ള സഹകരണത്തോടെ നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ അവർ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. AR റഹ്മാനോടൊപ്പം കൂടാതെ തന്നെ മറ്റു ഗായകർക്കൊപ്പമുള്ള ഗാനങ്ങൾ അതെല്ലാം തന്നെ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. എന്നും ജനങ്ങൾ ഓർത്തു വെക്കുന്ന ഗാനങ്ങൾ തന്നെയായിരുന്നു അവർ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. കബീത്തോ നസർ മിലാവ് പോലുള്ള ഇൻഡി പോപ്പ് ഗാനങ്ങളിലൂടെ പുതിയ തലമുറയുടെയും പ്രിയങ്കരിയായി മാറാൻ ഭോസ്ലെക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സംഗീതത്തിന് നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് നിരവധി പുരസ്കാരങ്ങൾ ഭോസ്ലെക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2000-ലാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ നിരവധി അവാർഡുകളാണ് ഭോസ്ലെക്ക് ലഭിച്ചിരുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മാത്രമല്ല, 2008-ൽ പത്മവിഭൂഷൺ നൽകി രാജ്യം അവരെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഉംറാവോ ജാൻ, ഇജാസത്ത് എന്നീ ചിത്രങ്ങളിലെ മികച്ച ആലാപനത്തിന് 2 തവണ ദേശീയ ചലച്ചിത്ര അവാർഡുകളും ഭോസ്ലെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഗായകരിൽ ഒരാളായിരുന്നു ആശാ ഭോസ്ലെ. ആശാ ഭോസ്ലെയാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ, അത് ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒത്തിരി ഗാനങ്ങൾ സമ്മാനിച്ച ഒരു ഗായിക, മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ഗായിക എന്ന് തന്നെ പറയാൻ സാധിക്കും. മലയാളത്തിൽ 2 ഗാനങ്ങൾ മാത്രമേ ആലപിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അത് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന 2 ഗാനങ്ങൾ തന്നെയായിരുന്നു. ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് നിരവധിയായിട്ടുള്ള അവാർഡുകൾ അവർ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം മൂലം ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നത്. അവിടെ ചികിത്സയിലിരിക്കെയാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള നാഷണൽ അവാർഡുകളും ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും പത്മവിഭൂഷണും അടക്കം ലഭിച്ച ഒരു ഗായികയാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. 1900 ശരി, വ്യക്തമാണ്. പ്രമുഖ ഗായികയായിട്ടുള്ള ആശാ ഭോസ്ലെ അന്തരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശാ ഭോസ്ലെ ഇഹലോഹം വെടിഞ്ഞിട്ടുള്ളത്. കുറച്ചു നാളായി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആശാ ഭോസ്ലെ വേട്ടയാടിയിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഹൃദയ സംബന്ധമായ ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശാ ഭോസ്ലെയെ ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോഴിതാ ആശാ ഭോസ്ലെ സംഗീത ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ആശാ ഭോസ്ലെയുടെ അന്ത്യം മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മുംബൈയിലെ പ്രശസ്തമായ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു ആശാ ഭോസ്ലെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ആശാ ഭോസ്ലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇതേ തുടർന്ന് ഹൃദയാഘാതത്തോടെ ആശാ ഭോസ്ലെ അന്തരിക്കുകയായിരുന്നു. സംഗീത ലോകത്ത് തന്നെ വലിയൊരു വിടവാണ് ഇപ്പോൾ ആശാ ഭോസ്ലെയുടെ ഈ ഒരു മരണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. വലിയൊരു സംഗീത ലോകത്തിന് നല്ലൊരു സംഭാവന നൽകിയിട്ടാണ് ഇപ്പോൾ ആശാ ഭോസ്ലെ ഇപ്പോൾ ഇഹലോകം വെടിഞ്ഞിരിക്കുന്നത്. 92 വയസ്സായിരുന്നു ആശാ ഭോസ്ലെക്ക്. ഈ 90കളിലും സംഗീത ലോകത്ത് സജീവമായി തന്നെ നിലനിൽക്കുന്ന ഒരു ഗായിക കൂടിയായിരുന്നു ആശാ ഭോസ്ലെ. വിവരങ്ങളുമായി വിനയ തന്നെയാണ് ചേരുന്നത്. വിനയ, ഈ ഏറെ നാളായി ആരോഗ്യ പ്രശ്നങ്ങളിലായിരുന്നു ആശാ ഭോസ്ലെ? തീർച്ചയായും ഏറെ നാളായി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചികിത്സയിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത് വീണ്ടും അസുഖം കൂടിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. മറ്റൊന്ന്, ഈ ആശാ ഭോസ്ലെയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒന്ന്, ഈ പിന്നണി ഗായികയായിട്ടുള്ള ലതാ മങ്കേഷ്കറിൻ്റെ സഹോദരി കൂടിയാണ് ഭോസ്ലെ. പ്രമുഖ മങ്കേഷ്കർ കുടുംബത്തിൽപ്പെട്ടയാളാണ് ആശാ ഭോസ്ലെ. സൊപ്രാനോ ശബ്ദങ്ങൾക്ക് പേരുകേട്ട, വൈവിധ്യത്തിന് പേരുകേട്ട ചലച്ചിത്ര
ചലച്ചിത്ര സംഗീതം, പോപ്പ് ഗസലുകൾ, ഭജനുകൾ, പരമ്പരാഗത ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം, നാടോടി ഗാനങ്ങൾ തുടങ്ങി അവരുടെ കൃതികളിലടക്കം ഉൾപ്പെടുന്നുണ്ട്. ഹിന്ദിക്ക് പുറമെ 20-ലധികം ഇന്ത്യൻ വിദേശ ഭാഷകളിലും അവർ പാടിയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമായി 9 ഭാഷകളിൽ പാടിയിട്ടുണ്ട്. കൂടാതെ തന്നെ വിദേശ ഭാഷകളിലും അവരുടെ കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2013 മായി എന്ന ചിത്രത്തിലൂടെ ഒരു നടിയായി അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. അതായത് സംഗീതം മാത്രമല്ല, അഭിനയത്തിലും പ്രാവീണ്യം തെളിയിക്കാൻ ആശാ ഭോസ്ലെക്ക് സാധിച്ചിട്ടുണ്ട്. 2013 അവർ ആദ്യമായി അഭിനയിച്ച സിനിമ അത് മായി എന്ന സിനിമയാണ്. മായി എന്ന സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് ആശാ ഭോസ്ലെ അരങ്ങേറ്റം കുറിക്കുന്നത്. കൂടാതെ തന്റെ പ്രകടനത്തിന് നിരൂപക പ്രശംസയും ഭോസ്ലെ നേടിയിട്ടുണ്ട്. 2006 തന്റെ കരിയറിൽ 12,000-ലധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തതായി അവർ പറഞ്ഞിട്ടുണ്ട്. മറ്റ് നിരവധിയായിട്ടുള്ള ഗാനങ്ങളും ഭോസ്ലെ ആലപിച്ചിട്ടുണ്ട്. ആശാ മങ്കേഷ്കർ ലതാ മങ്കേഷ്കറിന്റെ സഹോദരിയാണ് ഈ ഭോസ്ലെ എന്ന് പറയുന്നത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള സംഭാവനകൾ സിനിമാ ലോകത്തിന് നൽകിയ ഒരാളെന്ന രീതിയിൽ എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കുന്ന ഒരു മുഖം തന്നെയാണ് ഭോസ്ലെയുടെ അല്ലെങ്കിൽ ആശാ ഭോസ്ലെയുടേത് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഭോസ്ലെയുമായുള്ള സംവിധായകൻ OP നയ്യാറിന്റെ ബന്ധം അത് ചലച്ചിത്ര ലോകത്തിന്റെ തന്നെ ഭാഗമാണ്. ഭോസ്ലെക്ക് ആദ്യമായി സ്വന്തം വ്യക്തിത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. അതായത് പാടാനുള്ള അവസരം, ഇരുവരും തമ്മിലുള്ള ബന്ധം, അതെല്ലാം തന്നെ സിനിമാ ലോകത്തടക്കം തന്നെ ഉള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അവരാണ് പിന്നീട് ആദ്യമായി ഭോസ്ലെയെ ഗാന രംഗത്തേക്ക് അടക്കം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 1952 ചാംചാമ ചാമിന്റെ സംഗീത റെക്കോർഡിങ്ങിനിടെയാണ് നയ്യാർ ആദ്യമായി ഭോസ്ലെയെ കാണുന്നതും പിന്നീട് ഇരുവരും തമ്മിൽ വലിയ രീതിയിലുള്ള സൗഹൃദത്തിലും മറ്റുമാകുന്നത്. പിന്നീട് ഈ OP നയ്യാറുമായിട്ടുള്ള ബന്ധം അത് തന്നെയാണ് ആശാ ഭോസ്ലെയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ സിനിമാ മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകാൻ ആശാ ഭോസ്ലെക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഭോസ്ലെയുടെ കഴിവുകൾ ആദ്യഘട്ടങ്ങളിൽ തിരിച്ചറിഞ്ഞ മറ്റൊരു സംഗീത സംവിധായകൻ അത് ഗയ്യാമായിരുന്നു. പല വേദികളിലായി അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ് ആശാ ഭോസ്ലെ എന്ന് ഗയ്യാം തന്നെ, സംവിധായകനാണ് ഗയ്യാം തന്നെ പല വേദികളിലായി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ പങ്കാളിത്തം അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായിട്ടുള്ള BV മുതലുള്ളതാണ്. 1948 BV എന്ന ചിത്രം ഇറങ്ങുന്നത്. അത് ഗയ്യാമിന്റെ ചിത്രമാണ്. ആ ചിത്രത്തിലടക്കം തന്നെ ആശാ ഭോസ്ലെ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഗയ്യാം അസിസ്റ്റന്റ് സംഗീത സംവിധായകനായിരുന്നു. 1950കളിൽ തുടങ്ങി നിരവധിയായിട്ടുള്ള ചിത്രങ്ങൾ അതെല്ലാം തന്നെ ആശാ ഭോസ്ലെയുടെ എഴുതി ചേർക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പറയാൻ സാധിക്കും. ആശാ ഭോസ്ലെ RD കൂടാതെ തന്നെ നിരവധിയായിട്ടുള്ള 9 ഭാഷകളിലായി 10,000-ലേറെ ചിത്രങ്ങൾ അതെല്ലാം തന്നെ അതെല്ലാം തന്നെ ഓർത്തു വെക്കേണ്ട ഒന്ന് തന്നെയാണ്. ആശാ ഭോസ്ലെയെ സംബന്ധിച്ച് ആശാ ഭോസ്ലെയെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ച് പറയുന്ന നിരവധിയായിട്ടുള്ള ഗായകരുണ്ട്. ഇളയരാജ അദ്ദേഹത്തെ കുറിച്ച് ആശാ ഭോസ്ലെയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് 1980കളുടെ തുടക്കത്തിൽ പ്രഗത്ഭനായ ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള ഇളയരാജ അദ്ദേഹം ഭോസ്ലെയുടെ ഗാനങ്ങൾ ആലപിക്കാൻ തുടങ്ങിയിരുന്നു. അവരുടെ ആദ്യ സഹകരണം മൂൻറാം പിറൈ എന്ന ചിത്രത്തിലായിരുന്നു. ഇത്തരത്തിൽ തമിഴ് സിനിമയിലേക്കും തമിഴ് സിനിമയിലെയും അവരുടെ കഴിവ് പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് എന്ന് പറയുന്നത്. മദൻ മോഹൻ ഭോസ്ലെക്കൊപ്പം നിരവധി ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മേരാ സായിയിലെ സാധനയിൽ ചിത്രീകരിച്ച ജനപ്രിയ നാടോടി ഗാനമായ ജുംക ഗിരാരെ ഭോസ്ലെക്കൊപ്പമുള്ള മദൻ മോഹന്റെ മറ്റ് ചില സിനിമകൾ ആഖ്രി ദാവോ, അദാലത്ത്, പൂജ കെ ഫുൽ, നീല ആകാശ്, ഹംഹൽ, നീല ആകാശ്, ഇത്തരത്തിൽ ചുരുക്കം ചില ചിത്രങ്ങൾ അതെല്ലാം തന്നെ മതി ആശാ ഭോസ്ലെ ആരായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ചലച്ചിത്ര ഗായികയായിരുന്നു, നടിയായിരുന്നു,
അത്തരത്തിൽ സിനിമാ മേഖലയ്ക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു ആശാ ഭോസ്ലെ എന്നത്. ആശാ ഭോസ്ലെ കൂടാതെ തന്നെ യേശുദാസിനൊപ്പം ജാനേമാൻ ജാനേമാൻ എന്ന ഗാനവും ഭോസ്ലെ ആലപിച്ചിട്ടുണ്ട് 1976. കൂടാതെ തന്നെ സലിൽ ചൗധരിക്ക് വേണ്ടി കെ ജെ യേശുദാസ് സനിൽ ചൗധരിക്ക് വേണ്ടിയാണ് യേശുദാസിനോടൊപ്പം ജാനേമാൻ ജാനേമാൻ എന്ന ഗാനം ഭോസ്ലെ ആലപിച്ചിട്ടുണ്ടായിരുന്നത്. 1956 പുറത്തിറങ്ങിയ സലിലിന്റെ ജഗ്തേ രഹ എന്ന ഗാനത്തിലും ഭോസ്ലെ റെക്കോർഡ് ചെയ്തൊരു നമ്പർ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ എപ്പോഴും ആളുകൾക്കിടയിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ അദ്ദേഹം ആശാ ഭോസ്ലെ സംഭാവന ചെയ്തിട്ടുണ്ട്. സിനിമാ ലോകത്തിനും മറ്റും സംഭാവന ചെയ്തിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിലും സുജാത, കരകാണ കടൽ സിനിമയിൽ പാടി മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 2 തവണ നേടിയിട്ടുണ്ട്. ഇത്തരത്തിൽ മലയാളികൾക്കും ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ് ആശാ ഭോസ്ലെയും ആശാ ഭോസ്ലെയുടെയും ശബ്ദവും. ആ ശബ്ദത്തിലൂടെയാണ് 2 ഗാനങ്ങൾ മലയാളത്തിൽ പാടുകയും ആ പാടിയ ഗാനത്തിന് ദേശീയ പുരസ്കാരം വരെ ലഭിച്ചിട്ടുണ്ട്. അത് 2 തവണ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2000 പത്മവിഭൂഷണം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. 2 തവണ ഗ്രാമി പുരസ്കാരത്തിന് ശുപാർശ പോയിട്ടുണ്ട്. 1996 2006 2 തവണ ഗ്രാമി പുരസ്കാരത്തിന് ശുപാർശ പോയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറിന്റെ ഇളയ സഹോദരി BBC ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2002 ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സംഭാവനകൾ സിനിമാ ലോകത്തിന് സമ്മാനിച്ച ഒരു പ്രിയപ്പെട്ട ഗായിക, ആ പ്രിയപ്പെട്ട ഗായികയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. പ്രമുഖ ഗായികയായിട്ടുള്ള ആശാ ഭോസ്ലെ അന്തരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അന്ത്യം മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് ഇവരുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഏറെ നാളായി ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആശാ ഭോസ്ലെ വേട്ടയാടിയിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഹൃദയാഘാതത്തെ തുടർന്നാണ് ഇവരുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും 92 വയസ്സായിരുന്നു പ്രായം. ഈ 90കളിലും സംഗീത ലോകത്ത് വലിയ രീതിയിൽ സജീവമായി നിന്നൊരു വ്യക്തി തന്നെയാണ് ആശാ ഭോസ്ലെ. 9ാമത്തെ വയസ്സിലാണ് ആശാ ഭോസ്ലെ സംഗീത ലോകത്തേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു വ്യക്തി കൂടി തന്നെയാണ്. ഏകദേശം വിവിധ ഇന്ത്യൻ ഭാഷകളിലായി 10,000-ലധികം ഗാനങ്ങളാണ് ആശാ ഭോസ്ലെ സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും 2 ദേശീയ പുരസ്കാരങ്ങളും 2 ഫിലിം ഫെയർ അവാർഡുകളും ഇതിനു പുറമെ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും പത്മവിഭൂഷണവും നൽകിയൊക്കെ രാജ്യം ആദരിച്ചിട്ടുണ്ട്. എന്തായാലും പ്രമുഖ ഗായികയായിട്ടുള്ള ആശാ ഭോസ്ലെ അന്തരിച്ചിരിക്കുന്നു. അന്ത്യം മുംബൈയിലെ സ്വകാര്യ